മെഡിസിൻ കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം പ്രായാധിക്യം ചെന്ന ആൾക്കാരിലാണ് ഈ ഒരു വേനൽ ചൂട് അധികമായിട്ട് ഏൽക്കുന്ന അപ്പോൾ മെഡിക്കേഷൻസ് എടുക്കുന്ന ആൾക്കാരുണ്ടോ? അപ്പോൾ ഏതെങ്കിലുമൊക്കെ മെഡിക്കേഷൻസ് കാരണം നമുക്ക് ക്ഷീണം അധികമായിട്ട് വരാൻ കാരണമാകുമോ? അപ്പോൾ മെഡിക്കേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാർ ഈ ഒരു വേനൽക്കാലത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അധികമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നുള്ളത് പറഞ്ഞു. വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണിത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ശരീരത്തിൽ വെള്ളം കൂടി നിൽക്കുന്ന അവസ്ഥകളുണ്ട്. ശരീരത്തിൽ വെള്ളം കൂടി നിൽക്കുന്ന കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിനായി ഹാർട്ട് പമ്പ് ചെയ്യുന്നതിൻ്റെ പമ്പിങ് എഫക്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ നീര് കെട്ടും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു കിഡ്നി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിനെ എടുത്ത് കളയുന്ന സഹായിക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അവയവമാണ്. കിഡ്നിക്ക് കേടുപറ്റിയാലും ശരീരത്തിൽ എന്ത് ചെയ്യും? വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യത. അപ്പം സ്വാഭാവികമായും ഹാർട്ടിൻ്റെ പമ്പിങ് സംബന്ധമായും അല്ലെങ്കിൽ കിഡ്നിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേടുപാടുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ശരീരത്തിൽ നിന്ന് വെള്ളം പോവാനുള്ള മരുന്ന് കൂടുതൽ കഴിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു കാലാവസ്ഥയിൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ നിന്ന് വിയർത്തുകൊണ്ടും മറ്റു കാരണങ്ങളായും കൂടുതൽ വെള്ളം നഷ്ടപ്പെടുന്നുണ്ട്. ഈ വെള്ളം നഷ്ടപ്പെടുന്നതിൻ്റെ കൂടെ നമ്മൾ ഇത്തരം മരുന്നുകൾ കഴിച്ചിട്ടുള്ള വെള്ളം നഷ്ടപ്പെടുന്നെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാക്കാം? അത് കൂടുതൽ ക്ഷീണത്തിന് ഇടയാക്കാം. അപ്പോൾ ഏത് രോഗികളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഹാർട്ട് പമ്പിങ് പ്രശ്നങ്ങളുള്ളവർ അല്ലെങ്കിൽ കിഡ്നി രോഗമുള്ളവർ, ഡയൂററ്റിക്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ഉണ്ട്. ഡയൂററ്റിക്സ് എന്ന് പറയുന്ന ഒരു വലിയ ഹെഡിങ് ആണ്. അതിൽ കുറേ മരുന്നുകളുണ്ട്. ഇത്തരം മരുന്നുകൾ കഴിക്കുന്നവർ എന്ത് ചെയ്യണം? ഈ കാലാവസ്ഥയിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട. അത് സ്വാഭാവികമായും ഈ ഒരു കാലാവസ്ഥയിൽ ഡോക്ടേഴ്സ് എന്ത് ചെയ്യും? അതിനനുസരിച്ചിട്ടാണ് അവർക്ക് എന്ത് ചെയ്യുക? പൊതുവെ മരുന്ന് കൊടുക്കാറ്. പക്ഷെ രോഗികൾ എന്താ വെച്ചെങ്കിൽ ചിലവർ സ്വയം ചികിത്സ ചെയ്യുന്നവരുണ്ട്. സ്ഥിരമായി കഴിച്ചു വരുന്ന അതുപോലെ തന്നെ കഴിക്കും. ഇപ്പം അവരെന്നെ നീര് കൂടുമ്പോഴും ക്ഷീണം കാണുമ്പോഴും അവർ സ്വയം കരുതാണ് ഇന്ന കാരണം കൊണ്ടാണ് എന്ന് വിചാരിച്ച അവർ. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തിരി മരുന്നുകളൊക്കെ ശരീരത്തിൽ സോഡിയം പൊട്ടാഷ്യം കുറക്കാൻ സാധ്യതയുള്ള മരുന്നുകൾ. അപ്പോൾ ഇപ്പോൾ ഈ കാലാവസ്ഥയിൽ നമ്മൾ പറഞ്ഞതുപോലെ കൂടുതൽ സോഡിയം കുറയാനും പൊട്ടാഷ്യം കുറയാനും സാധ്യതയുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഇത്തരം മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് ശരീരത്തിൽ സോഡിയം പൊട്ടാഷ്യം കുറയാനും ശരീരത്തിലെ ജലാംശം കുറയാനും അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യതയില്ല. അപ്പോൾ ഈ രണ്ട് വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? ഇത്തിരി മരുന്ന് കഴിക്കുന്നവർ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത് മാത്രമല്ല, ലിവറിന്റെ പ്രശ്നമുള്ളവർക്ക് എന്ത് ചെയ്യാം? ശരീരത്തിൽ വെള്ളം കെട്ടി നിൽക്കാം. അവരും ഇത്തരം മരുന്ന്. അപ്പോൾ ലിവറിന്റെ പ്രശ്നമുള്ളവരാവാം, ഹാർട്ടിന്റെ പ്രശ്നങ്ങളുള്ള, പമ്പിങ്ങിന്റെ പ്രശ്നമുള്ളവരുണ്ടാവാം, കിഡ്നിയുടെ പ്രശ്നങ്ങളുണ്ടാവാം. ഇത്തരം ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യാം? ഈ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അവർ ഡോക്ടറോട് ചോദിച്ചിട്ടാണ് എന്തും ചെയ്യാൻ പാടുള്ളൂ. സ്വയം ചികിത്സ വളരെയധികം സൂക്ഷിക്കണം. ഏത് സന്ദർഭത്തിലും സ്വയം ചികിത്സ എന്ത് ചെയ്യണം? വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയിൽ തീർച്ചയായിട്ടും.